പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനത്തിൽ അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് വെറുതെ സീറ്റുകൾ നേടാൻ വേണ്ടി മാത്രമല്ല, സർക്കാർ രൂപീകരിക്കാനാണ് ബി.ജെ.പി ഇവിടെ ലക്ഷ്യമിടുന്നതെന്ന്. അത് സാധ്യമാണോ? ബി.ജെ.പി കേരളത്തിൽ സർക്കാർ രൂപീകരിക്കുമോ? പ്രിയൻ, അത് ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ആഹ്, ഈ സംസ്ഥാനത്ത് നടക്കുന്ന എല്ലാ സ്പന്ദനങ്ങളെക്കുറിച്ചും അതാത് നിമിഷം റിപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെറുതെ അദ്ദേഹം അങ്ങനെ പറയും എന്നെനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ 2021 അദ്ദേഹം സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിന് കേരളത്തിൽ വന്നിരുന്നു. 2016 അതേപോലെ വന്നിരുന്നു. പക്ഷെ അപ്പോൾ ഒന്നും ഒരു ഗവൺമെൻറ് രൂപീകരിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നില്ല. അന്നൊക്കെ അദ്ദേഹം പറഞ്ഞത് ബി.ജെ.പി മാന്യമായ രീതിയിലുള്ള ഒരു പെർഫോമൻസ് നടത്തും എന്നാണ്. പക്ഷെ അതിൻ്റെ നമ്മൾ കാണുകയും ചെയ്തു. പല സ്ഥലങ്ങളിലും ബി.ജെ.പിക്ക് പ്രതീക്ഷിച്ചതിലും കൂടുതൽ വോട്ടുകൾ കിട്ടി. ബി.ജെ.പി ഒരു നിർണായക ശക്തിയാണ് കേരളത്തിൽ എന്നുള്ളത് ബി.ജെ.പി പ്രവർത്തകരും എൻ.ഡി.എ പ്രവർത്തകരും തെളിയിച്ചു കൊടുത്തു. പക്ഷേ ഇത്തവണ പ്രധാനമന്ത്രി വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് പറയുന്നത്, നമ്മൾ മത്സരിക്കുന്നത് സീറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഗവൺമെൻറ് രൂപീകരിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹം അങ്ങനെ വെറുതെ ഒന്നും പറയില്ല. അദ്ദേഹം വെറുതെ പറയില്ല എന്നുള്ള അംഗീകാരം അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവിൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ്. കെ മുരളീധരൻ, മുൻ KPCC പ്രസിഡൻറ്റ്, പാർലമെൻറ്റ് മെമ്പറും 2-3 വട്ടം പാർലമെൻറ്റ് മെമ്പർ, ഇപ്പോഴത്തെ ഒരു സ്ഥാനാർത്ഥിയും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നരേന്ദ്രമോദി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കുക തന്നെ ചെയ്യണം, അത് തള്ളിക്കളയാൻ പറ്റൂല. മറ്റുള്ളവർ പറയണത് പോട്ടെ. അപ്പോൾ ഒരു ഗവൺമെൻറ് രൂപീകരിക്കാൻ ബി.ജെ.പിയും എൻ.ഡി.എയും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. അതിനെ നമുക്ക് വിശ്വസിച്ചേ പറ്റുള്ളൂ. കാരണം ഗ്രൗണ്ട് റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് അതാത് നിമിഷം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഇങ്ങനെയുള്ളൊരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. പ്രധാനമന്ത്രി കേരളത്തിലെത്തിയപ്പോൾ വലിയ സ്വീകാര്യത, അതായത് ഇതുവരെയും കേരളത്തിൽ വന്നിട്ടുള്ള പ്രധാനമന്ത്രിമാരോ മറ്റാര് വരുമ്പോഴും ലഭിക്കുന്നതിനേക്കാൾ വലിയ ജനസ്വീകാര്യത. അതായത് പോകുന്ന വഴികളിലെല്ലാം തന്നെ അദ്ദേഹം ഈ പറയുന്ന റോഡ് ഷോ നടത്താത്ത സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ പോലും ആയിരക്കണക്കിന് ആൾക്കാർ റോഡിന് ഇരുവശവും തടിച്ചുകൂടുകയാണ്. വലിയ സ്വീകാര്യത ബി.ജെ.പിക്ക് ഇലക്ഷനോട് കൂടി കിട്ടിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് നരേന്ദ്രമോദി എന്ന പേരിനോട്, ആ മനുഷ്യനോടൊക്കെ വലിയ ആരാധന കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. ഈ നരേന്ദ്രമോദിയുടെ വരവ് ഈ ഇലക്ഷനെ സ്വാധീനിക്കുമോ? കേരളത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കുമോ ബി.ജെ.പിയുടെ പ്രവർത്തനത്തിലടക്കം? അത് ഒന്ന് അതിന് ഉത്തരം പറയേണ്ടത് ബി.ജെ.പിയും എൻ.ഡി.എയും അവരുടെ പ്രവർത്തനത്തിൽ കൂടിയാണ്. നമുക്കിവിടെ കസേരയിലിരുന്നിട്ട് ആം ചെയർ ജേർണലിസം നടത്താൻ നമുക്ക് വളരെ എളുപ്പമാണ്. പക്ഷേ ഗ്രൗണ്ട് ലെവലിൽ ബി.ജെ.പിയുടെ പ്രവർത്തകർ എങ്ങനെ ചെയ്യുന്നു, നേതാക്കന്മാരെങ്ങനെ പ്രവർത്തിക്കുന്നു, ഇതൊക്കെ കുറേ അധികം ഘടകങ്ങളാണ്. ഇത്തവണ പ്രത്യേകിച്ച് അങ്ങനെ ഒരു എന്താ പറയണ, ബി.ജെ.പിക്ക് പ്രതികൂലമായിട്ടുള്ള ഒരു ഘടകം ഒന്നും കാണാനില്ല. പിന്നെ അത് മാത്രമല്ല, ജനങ്ങൾക്ക് ഒരു മാറ്റം വേണം എന്ന് നല്ല ആവശ്യമുണ്ട്, നല്ല അഭിപ്രായമുണ്ട്. അത് ഒരു ഇതുവരെ പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു ഒരു കോമ്പിനേഷന് ഈ ഭരണം ഏൽപ്പിച്ചു കൊടുക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം UDFും LDFും ഭരിച്ചിട്ട് കേരളത്തിന് യാതൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടില്ല. ഈ മുന്നണികളിലെ നേതാക്കന്മാർ സ്വയം വികസിക്കുകയല്ലാതെ കേരളത്തിന് വികസനം നടന്നതായിട്ട് എങ്ങും കാണാനില്ല. പിന്നെ ഈ പറയുന്ന ദേശീയപാതയും അതൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ്. അത് മുഴുവനും മെട്രോ റെയിൽ ഉൾപ്പെടെയുള്ളത് ഇപ്പോൾ അവർക്ക് കേരള സർക്കാരിൻ്റേതായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ഒന്നുമില്ല എന്നുള്ളതാണ് പരമാർത്ഥം. ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനം ആയിരക്കണക്കിന് പേർക്ക് ജോലി കൊടുക്കുന്ന തരത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനമൊന്നും കേരളത്തിലില്ല. അതേസമയം ഈ ബി.ജെ.പി ഗവൺമെൻറ്റുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ വേഗതയോടുകൂടി വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു. അത് നമ്മൾ കണക്കിലെടുത്തേ പറ്റുള്ളൂ. ഇപ്പോഴും ഈ ഇലക്ഷനിലൊക്കെ ഒരു മോദി പ്രഭാവം, അതിന്റെ സ്വാധീനം, മോദി തരംഗത്തിന്റെ സ്വാധീനം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും മോദിയുടെ കാരണം ഈ പശ്ചിമേഷ്യൻ യുദ്ധം
അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന രീതി, അതിന് 3 കോൺഗ്രസ് MP തന്നെ അതിനെ അഭിനന്ദിച്ചിരിക്കണു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു, പ്രധാനമന്ത്രിയുടെ ഏറ്റവും വലിയ വിമർശകൻ എന്ന് അറിയപ്പെടുന്ന മനീഷ് തിവാരി, കമൽനാഥ് ആനന്ദ് ശർമ്മ, പിന്നെ വേറെ ആളുണ്ട് കമൽനാഥ് കമൽനാഥ്, ആ. ശശി തരൂർ, ഇവരെല്ലാവരും പ്രധാനമന്ത്രിയുടെ എന്താ പറയുക, ഈ പ്രവർത്തന ശൈലിയെയും അദ്ദേഹം ഫോളോ ചെയ്യുന്ന ആ രീതിയെയും വളരെയധികം അഭിനന്ദിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എന്താ വേണ്ട? പിന്നെ ഈ ഡിപ്ലോമസിനെ കുറിച്ചിട്ട് അറിയാൻ പാടില്ലാത്തവർ, ഈ രാഹുൽ ഗാന്ധിനെ പോലുള്ളവർ അവിടെ ഇവിടെ നിന്നിട്ട് പറയും. ഇപ്പം പ്രിയങ്ക ഗാന്ധി പറയും. അതിന് പ്രധാനമന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പശ്ചിമേഷ്യയിലുള്ള 1 കോടി ഇന്ത്യക്കാരുടെ ഭാവിയാണ്, അവരുടെ സുരക്ഷിതത്വമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെ പോവും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറയാൻ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിക്ക് ഇന്നവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇതാണ് പ്രാഗ്മാറ്റിക് ഫോറിൻ പോളിസി, പ്രാഗ്മാറ്റിക് ഡിപ്ലോമസി എന്ന് പറയുന്നത് അതാണ്. അപ്പം അത് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി വരുന്നുണ്ട്. ഇപ്പോൾ അധികാരം നമുക്കിപ്പോൾ തെരഞ്ഞെടുപ്പ് വിശകലനം, എന്താ പറയുക, ആ സീറ്റിൽ അവിടെ ഇന്നയാൾ ജയിക്കും, ഇവിടെ ഇന്നയാൾ തോക്കുമെന്ന് പറയാം എന്നല്ലാതെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ അഭിപ്രായ സർവേകളും ഒപ്പീനിയൻ പോൾസ് മുഴുവനും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് ഒരു എൻ്റർടൈൻമെൻറ്റ് ഷോ ആയിട്ട് മാറിയിരിക്കുകയാണ്. നമ്മുടെ വാർത്താ ചാനലുകളിൽ നടക്കുന്ന മുഴുവൻ ഷോ ബിസിനസ് ആണല്ലോ, എൻ്റർടൈൻമെൻറ്റ് ഷോസ് ആണ്, വാർത്തകൾ ഉൾപ്പെടെ, വാർത്താ അവതരണമൊക്കെ ഉൾപ്പെടെ. അതേപോലെയാണ് അവരുടെ ഒപ്പീനിയൻ പോളും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ടെലിവിഷൻ ചാനൽ ഒരു വാർത്താ ഏജൻസിനെ, ഒപ്പീനിയൻ പോൾ നടത്തുന്ന ഏജൻസിയാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. എന്താ, ഒരു ആൾക്ക് 75 സീറ്റ് കിട്ടും, പക്ഷെ അവർ 44 സീറ്റ് 45 സീറ്റിൽ വിജയിക്കും, ഇങ്ങനെയൊക്കെയാണ് പറയണത്. അപ്പം ഞാനത് പറയണത് നമ്മുടെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിന്ന് പണ്ട് വന്ന റിപ്പോർട്ടാണ്. 1900, പ്രിയനൊന്നും ഓർമ്മയുണ്ടാവില്ല, ഞാനൊക്കെ കൊച്ചുനാളിലൊക്കെ ആകാശവാണി എന്നുള്ള ഈ കാലാവസ്ഥ വാർത്ത അതൊക്കെ കേൾക്കുകയാണ്. അന്ന് ഈ ഏക എൻ്റർടൈൻമെൻറ്റ് റേഡിയോ ആണല്ലോ. അപ്പോൾ കാലാവസ്ഥ എന്ന് പറഞ്ഞിട്ട് നാളെ മറ്റന്നാളും മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ ഇത് നടന്ന സംഭവമാണ്. പ്രിയൻ ചിരിക്കാൻ പറഞ്ഞതല്ല ഇത്. കാരണം അവരൊരു അസസ്മെന്റ് അങ്ങനെ കണക്കൂട്ടി പറയുന്നല്ലാതെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒന്നുമില്ല. ഇന്നിപ്പോൾ അങ്ങനെയല്ലല്ലോ. ഇന്ന് ഇന്ത്യക്ക് റിമോട്ട് സെൻസിങ് ഉപഗ്രഹങ്ങളുണ്ട്. മറ്റേ കടലുകളിലൊക്കെ ബൂയിസ് സ്ഥാപിച്ചിട്ടുണ്ട്. എന്താ, നമ്മുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിയോ ഇന്ത്യൻ നാഷണൽ സെൻറ്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സിസ്റ്റം, അതിൽ ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇവരൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഒരു ഉദ്ദേശം, അവർ മഴ പെയ്യും, ഇത്രാം തീയതി മഴ പെയ്യും എന്ന് പറഞ്ഞാൽ മഴ പെയ്തിരിക്കുമെന്ന് ഏതായാലും. ഇങ്ങനെ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് അവർ പറയാറില്ല. ആ ചുമതല ഏറ്റെടുത്തിരിക്കുന്ന നമ്മുടെ വാർത്താ ചാനലുകളും പത്രങ്ങളുമാണ്. അവിടെ 45 സീറ്റ് കിട്ടുമായിരിക്കും, ഇവിടെ 75 സീറ്റ് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അതിപ്പോൾ ആർക്കാ പറയാൻ പാടില്ലാത്ത നല്ല കാര്യമായി. ഇപ്പോൾ ഒരു ഒപ്പീനിയൻ പോൾ നടത്തണമെങ്കിൽ ഒന്നാമത്തെ ഇത് സയൻറ്റിഫിക് ആയിട്ടുള്ളതൊന്നും അല്ല ഈ ഒപ്പീനിയൻ പോള്. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ പ്രിയൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുക, പ്രിയൻ ആർക്കാ വോട്ട് ചെയ്ത്? പ്രിയൻ പറയുമോ? സാധാരണഗതിയിൽ ചോദിക്കാൻ പാടില്ലാത്തതാണ് ഇന്ത്യൻ സിസ്റ്റം അനുസരിച്ചിട്ട്. നമ്മൾ ചോദിച്ചാലും പ്രിയൻ പറയില്ല ആർക്കാണ് വോട്ട് ചെയ്യുന്നത്. ദാറ്റ്സ് ഫോർ യു ടു നോ, യു അലോൺ ടു നോ. അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ഗാലപ്പ് പോൾന്ന് അല്ലെങ്കിൽ ഒപ്പീനിയൻ പോൾന്ന് എക്സിറ്റ് പോൾ എന്ന് പറയുമ്പോൾ ആൾക്കാരോട് ചോദിച്ച് നിങ്ങൾ ആർക്കാ വോട്ട് ചെയ്തതെന്ന് വെച്ചാൽ അമേരിക്കക്കാർ പറയും ഞാൻ ഡെമോക്രാറ്റിക് പാർട്ടിക്കാണ് വോട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ റിപ്പബ്ലിക് പാർട്ടിക്കാണ് വോട്ട് ചെയ്തതെന്ന് പറയും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്താ ഇവിടുത്തെ അളവുകോലാക്കാൻ പറ്റില്ല. പക്ഷേ ഒരു മാറ്റം കേരളത്തിൽ എന്താ പറയുക തെളിഞ്ഞ് കാണുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ അത് ഒരു സ്വീപ്പ് ഫോർ ദ UDF എന്ന് പലരും പറയുന്നു. UDF തൂത്തുവാരെന്ന് പറയുന്നു. LDF പറയുന്നു സ്വീപ്പ് ഫോർ LDF, ഞങ്ങൾ ജയിക്കും എന്ന് പറയുന്നു. NDA മുന്നണി പറയുന്നു ഞങ്ങളും ജയിക്കും എന്ന് പറയുന്നു. പക്ഷെ പ്രധാനമന്ത്രി ഇതെല്ലാം കടന്നിട്ടാണ് ആക്രമിച്ചിരിക്കുന്നത് ഇവിടെ ഗവൺമെൻറ് ഫോം ചെയ്യുന്നുള്ളത്. പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അല്ല, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊടുക്കുമ്പോൾ അദ്ദേഹം എപ്പോഴും പറയാറുണ്ട് മോദി ഗ്യാരണ്ടി എന്ന് പറയുന്നത്. UDF പോലെ അത് പറയാനുള്ള ധൈര്യമില്ല. അവർ ഇന്ദിരാ ഗ്യാരണ്ടിയാണ് ഉപയോഗിക്കുന്നത്. 84 മരിച്ചു ഇന്ദിരാഗാന്ധി, ഇനി എന്ത് ഇന്ദിരാ ഗ്യാരണ്ടി? അവർ നൽകിയ ഗ്യാരണ്ടി മുഴുവൻ 8 തട്ടി പൊട്ടിയിട്ടേ ഉള്ളൂ. കാരണം അവർ ഇന്ത്യയെ ദാരിദ്ര്യ മുക്തമാക്കും,
നമുക്ക് എന്താ സ്വയം പര്യാപ്തത നേടും ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ. ഇതൊന്നും നേടിയിട്ടില്ലല്ലോ. ഇവിടുത്തെ വരൾച്ച എന്നത്തേക്കുമായി അവസാനിപ്പിക്കും. ആർക്കും എവിടെയും വെള്ളം കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. വൈദ്യുതി ഇഷ്ടം പോലെ ഉണ്ടാവും. ഇതൊന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല. അവർ കുറെ മോദി ചെയ്തു അതെല്ലാം. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ജനങ്ങളുടെ ഉള്ളിൽ എന്താണ് എന്നോ ഉള്ള കാര്യം അവർക്ക് മാത്രമേ അറിയുള്ളൂ. അവർ പുറത്ത് പറയില്ല. പിന്നെ ഈ അത് ഈ കോൺഗ്രസിൻ്റെയൊക്കെ ആൾക്കൂട്ടത്തിൽ ഒരു ഹാപ്പിനെസ് കാണുന്നില്ല ബോഡി ലാംഗ്വേജിൽ. അതേസമയം ഇന്നലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനൊക്കെ വന്ന ആൾക്കാരുടെ ബോഡി ലാംഗ്വേജ് ഒരു പോസിറ്റീവ് എനർജിയാണ് അവരിൽ നിന്നുണ്ടാവുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒന്നും ചെയ്യേണ്ടതേ, നമ്മുടെ ലോഗോ ഉണ്ടല്ലോ, IND എന്നുള്ള ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ നമ്മുടെ ചാനലിൻ്റെ ആ പ്രൊഫൈൽ തെളിഞ്ഞ് വരും. അവിടെ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടണുണ്ട്, അവിടെ ഒന്ന് വിരലമർത്തി ആ ബെല്ലൈക്കണും ഒന്ന് അമർത്തിയാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. അത് നിങ്ങൾക്ക് മെസ്സേജ് ഒന്നും ഒന്നും അറിയത്തില്ല, അത് വന്നങ്ങ് പോകത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല, അത് ചെയ്യണം. പിന്നെ നമ്മളൊരു ചാനലിലൂടെ തുടങ്ങിയിട്ടുണ്ട്, C4N, C4N മലയാളം. ആ ചാനലും മറ്റാരും പറയാത്ത വാർത്തകൾ തന്നെയാണ് പറയുന്നത്. ഉറപ്പായി ആ ചാനൽ കൂടി C4N മലയാളം, ഒപ്പം ഇന്ത്യ ലൈവും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം.